iOS 17 ആപ്പിൾ ഒഫീഷ്യലി അൺവെയിൽ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ജൂൺ 5-ാം തീയതി നടന്ന ആപ്പിളിൻ്റെ WWDC ഇവൻറ്റിൽ വെച്ചായിരുന്നു ഈ ഒരു iOS 17 ഇതോടൊപ്പം തന്നെ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ആപ്പിൾ ഒഫീഷ്യലി അൺവെയിൽ ചെയ്തത്. ഇവൻറ്റിൽ വെച്ച് iOS 17 അതിൻ്റെ ചുരുക്കം ചില ഫീച്ചേഴ്സും നമ്മൾ പരിചയപ്പെട്ടതാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അല്ലെങ്കിൽ കണ്ടതിനേക്കാളും മുകളിലാണ് iOS 17 എന്നുള്ളത്. കാരണം ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം മാറ്റങ്ങളാണ് iOS 17 ആപ്പിൾ കൊണ്ടുവന്നേക്കുന്നത്. അതിനെപ്പറ്റി ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 17 നമ്മളുടെ ഡിവൈസിൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ iOS 17 നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പിലേക്ക് പോകാം. ആദ്യം തന്നെ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ iPhone XS മുതൽ iPhone XS, XR, XS Max ഇത് മുതലുള്ള എല്ലാ സീരീസിലും iPhone 14 Pro Max വരെയുള്ള എല്ലാ സീരീസിലുള്ള ഡിവൈസുകളിലും നമുക്ക് iOS 17 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം അതിന് താഴെയുള്ള ഡിവൈസുകൾ ഒന്നും തന്നെ, അതായത് iPhone 10-ലും 8-ലും 8+ലും 7-ലും ഒന്നും തന്നെ നമുക്ക് iOS 17 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾക്കൊരു സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നിക്കുള്ള ഐഫോണുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈമറി ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡേറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ യൂസർ ഡേറ്റ, നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ കംപ്ലീറ്റ് യൂസർ ഡേറ്റ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. വീഡിയോയുടെ ഈ ഒരു പോർഷൻ സ്പോൺസർ ചെയ്തേക്കുന്നത് ടെനോഷെയർ ആണ്. ടെനോഷെയറിൻ്റെ റീഐബൂട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിവൈസ് എന്തെങ്കിലും ഇഷ്യൂസ്, ഏകദേശം 150-ൽ പരം ഇഷ്യൂസ് iOS-നും iPadOS, tvOS റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാനും അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ബോത്ത് വിൻഡോസിനും മാക്കിനും ഒരേപോലെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഐബൂട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതിന് ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഡിവൈസ് ഏതാണ് കണക്ട് ചെയ്തേക്കുന്നത്, 12 mini ആണെന്നുള്ളത് കാണാം. പിന്നെ ഫോൺ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫാക്ടറി റീസെറ്റ് അല്ലെങ്കിൽ ജനറൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ അപ്ഗ്രേഡിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ iOS 17 ബേറ്റാലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ അത് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iOS 16-ലേക്ക് തിരികെ ഡൗൺഗ്രേഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓൾറെഡി നമ്മുടെ ഇവിടെ ഡിവൈസ് iPhone 12 mini iOS 17-ലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം iOS 17 എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം. വൺസ് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇനി 16.5-ലേക്ക് ഇത് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺഗ്രേഡിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ വൺസ് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ഡിവൈസ് iOS 16-ലേക്ക് ഡൗൺലോഡായി. അതിനുശേഷം iTunes ഉപയോഗിച്ചുകൊണ്ട് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡ്സിൽ ബാക്കപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ iTunes ഉപയോഗിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ iCloud ഉപയോഗിച്ചത്. iCloud എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഇപ്പം 64GB, 128GB, 256GB ഒക്കെ ഡിവൈസുകളാകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നിലവിൽ കിട്ടുന്ന iCloudൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 5GB സ്റ്റോറേജ് മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ 256ഓ 128ഓ ഒന്നും അതിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പം നമുക്ക് നമ്മുടെ അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് iCloudൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ 50GBയുടെ ഒരു പ്ലാനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുന്ന പോലെ 200GB അല്ലെങ്കിൽ 2TB ഓപ്ഷൻസും അവൈലബിൾ ആണ്. താല്പര്യമുള്ള പോലെ നമുക്ക് സ്റ്റോറേജ് പർച്ചേസ് ചെയ്ത് അതിലേക്ക് iCloudലേക്ക് സകല ഡേറ്റയും ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് iCloud പർച്ചേസ് ചെയ്ത് അങ്ങനെ ബാക്കപ്പ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ iTunes, അതായത് നമ്മുടെ മാക്കോ അല്ലെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പോ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് iTunes ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പിൽ നമുക്ക് 3U Tools എന്ന് പറഞ്ഞ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യുക. മാക് ആണെന്നുണ്ടെങ്കിൽ iTunes ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സൈഡ് ബാറിൽ നമ്മുടെ പേര്, നമ്മുടെ ഡിവൈസിൻ്റെ പേര് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ iTunesൻ്റെ ആ വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇനിയിപ്പോൾ വിൻഡോസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് iTunes എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിലൂടെ നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. രണ്ട് വിൻഡോയും സെയിം ആണ്. വൺസ് ഈ ഒരു വിൻഡോയിലേക്ക് കയറി കഴിയുമ്പം നമുക്ക് ഇവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, ബാക്കപ്പ് നൗ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ബാക്കപ്പ് ഓൾ ഡേറ്റ ടു യുവർ ദിസ് മാക് അല്ലെങ്കിൽ PC എന്നുള്ളത് നിങ്ങൾ കൊടുത്തിട്ട് ബാക്കപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്കപ്പ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഈ യൂസർ ഡേറ്റ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ വാട്സാപ്പ് ഡേറ്റ ബാക്കപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അത് ഏറ്റവും നല്ലത് നമ്മുടെ iCloudലേക്ക് തന്നെ സേവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൺസ് മേൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ഇൻസ്റ്റലേഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡുകൾ ഫോളോ ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ച് iOS 17-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ iOS 17 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതായത് പ്രീവിയസ്ലി കഴിഞ്ഞ വർഷം വരെ നമുക്കറിയാം iOS 16, 15 ഒക്കെ
ഒരു ബീറ്റ പ്രൊഫൈൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ സെറ്റിംഗ്സിൽ പോയി ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എബൌട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം iOS 16 നമുക്ക് കാര്യങ്ങൾക്കെല്ലാം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഓപ്ഷൻ തന്നെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കാണുന്ന പോലെ iOS 17 ബീറ്റ നിങ്ങളുടെ ഡിവൈസിൽ ഡയറക്റ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ ID ഡെവലപ്പർ ID ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഡെവലപ്പർ ID ആയിട്ട് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഡെവലപ്പർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇപ്പം നിലവിൽ കഴിഞ്ഞ വർഷം വരെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആപ്പ് ഡെവലപ്പേഴ്സിനെ ഉള്ളായിരുന്നു ഈ ബീറ്റ പ്രൊഫൈൽ അല്ലെങ്കിൽ ബീറ്റ അപ്ഡേറ്റ് ലഭിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം പുതിയ നിയമം കൊണ്ടുവന്നു. ഫ്രീ ആയിട്ട് ഒരു ഡെവലപ്പർ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ബീറ്റ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഡയറക്റ്റ് നമ്മുടെ ഫോൺ വഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്യുക, ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് iOS 17 അപ്ഡേറ്റ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മാക്കോ PCO ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ developer.apple.com എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ആപ്പിൾ ID ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ എല്ലാ ബീറ്റ സോഫ്റ്റ്വെയർസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം iOS 17 ബീറ്റ, iPadOS, macOSൻ്റെ ഒക്കെ ബീറ്റ. ഇത് ജസ്റ്റ് ഡൗൺലോഡ് റീസ്റ്റോർ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോണാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐഫോൺ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീറ്റ പ്രൊഫൈൽ അല്ലെങ്കിൽ ആ OS നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 7.52 GB നമ്മുടെ iPhone 12 മിനിക്കുള്ള ഈ ഒരു റീസ്റ്റോർ IPSW ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. വൺസ് നമ്മുടെ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ PC-യിലേക്ക് ഡിവൈസ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ് അല്ലെങ്കിൽ റീസ്റ്റോർ ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന IPSW ഫയൽ മാക് ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് ചെക്ക് ഫോർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ല നിങ്ങൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെക്ക് ഫോർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ പോപ്പപ്പ് ആവും. അതിൽ നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IPSW ഫയൽ സെലക്ട് ചെയ്യൂ, ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ഇൻസ്റ്റാൾ നൗ എന്ന് പറയും. വൺസ് ഈ പറഞ്ഞ പോലത്തെ രീതിയിലെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാൻ ചോദിക്കും. അത് നിങ്ങൾ എഗ്രി ചെയ്ത് കൊടുക്കുക. എഗ്രി ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മളെ വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ വൺസ് നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് ഈ ഒരു പ്രോംപ്റ്റിലേക്ക് എത്തും. ഇവിടെ നമ്മുടെ iOS 17 അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ iPhone 12 mini iOS 17 അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജനറൽസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും iOS 17 എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് ചേഞ്ചസിനെ പറ്റിയൊക്കെ അറിയാൻ നമ്മുടെ ചാനലിലെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് Milan and catch you guys in the next video. Till then, peace.